നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സി വരുന്നു എന്നുള്ളത് നമ്മൾ പലതവണ കേട്ടതാണ്. ഓരോ ഇലക്ഷൻ സമയമാകുമ്പോഴും അതിൻ്റെ തൊട്ട് മുമ്പൊക്കെ മെസ്സി വരും എന്നൊക്കെയുള്ള പോസ്റ്റുകളൊക്കെ മന്ത്രി തന്നെ ഇടുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പക്ഷേ മെസ്സി വന്നില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത എല്ലാ മലയാള മാധ്യമങ്ങളിലും ഇന്ന് വന്നിട്ടുണ്ട്. മനോരമ അത് പോസ്റ്റ് ചെയ്ത് എങ്ങനെയാണ്: 126 കോടി ഭൂം. അർജൻറ്റീനയുമായി സൗഹൃദ മത്സരം പ്രഖ്യാപിച്ചത് സർക്കാരും അറിഞ്ഞില്ല. 2023 ജൂലൈയിൽ സൗഹൃദ മത്സരം പ്രഖ്യാപിച്ചത് അർജൻറ്റീന ടീം അറിയാതെയാണെന്നും കരാർ ഒപ്പിട്ടതിന് രേഖകളില്ലെന്നും റിപ്പോർട്ട്. മനോരമ ന്യൂസിൽ ഇത് അവർ പ്രസൻറ്റ് ചെയ്യുന്നത് തന്നെ കേരളം കണ്ട ഏറ്റവും വലിയ കബളിപ്പിക്കൽ എന്ന രൂപത്തിലാണ്. മെസ്സിയുടെ പേര് പറഞ്ഞ് ഇവിടെ നടന്നത് വലിയ തട്ടിപ്പാണ്, കോടികളുടെ തട്ടിപ്പാണ് എന്നവർ റിപ്പോർട്ട് ചെയ്യുന്നു. അവർ മാത്രമല്ല കേട്ടോ, എല്ലാ മലയാള മാധ്യമങ്ങളിലും ഇതിന്ന് വലിയ വാർത്തയാണ്. ഏതായാലും നമ്മൾ അജയ് ബെൻ മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്ത കാര്യം നോക്കാം. മനോരമ ഓൺലൈനിലും നിങ്ങൾക്കത് ലഭ്യമാണ്. അതിലിങ്ങനെയാണ് പറയുന്നത്: മെസ്സിയുടെ പേരിൽ കോടികളുടെ തട്ടിപ്പ്, അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സിയെയും അർജൻറ്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവുമെന്ന് കായിക വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി അന്നത്തെ മൂല്യം 126 കോടി രൂപ നൽകിയെന്ന് സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി അവകാശപ്പെടുമ്പോൾ പണം അയച്ചതിൻ്റെയോ ടീം കൈപ്പറ്റിയതിൻ്റെയോ ഒരു രേഖയുമില്ല. എന്തിന് AFAയും സംസ്ഥാന സർക്കാരും തമ്മിൽ കരാർ ഒപ്പുവെച്ചതിൻ്റെയോ സ്പോൺസറും സർക്കാരും തമ്മിൽ കരാറുള്ളതിൻ്റെയോ പോലും രേഖകളില്ല. വിദേശ നാണ്യ വിനിമയ ചട്ടലംഘനം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയിൽ വിജിലൻസ് കേന്ദ്ര ഏജൻസി അന്വേഷണങ്ങൾ കൂടി ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് മന്ത്രി OJ ജനീഷിന് നൽകിയത്. ഇത് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രിക്ക് കൈമാറി. അതിൻ്റെ കൂടെ അവരൊരു കാർട്ടൂൺ കൊടുത്തിട്ടുണ്ട്. അതിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ, മുൻ മന്ത്രി വി അബ്ദുറഹ്മാൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. 126 കോടി ഭൂം എന്നിങ്ങനെ റെഡ് കാർഡിൽ എഴുതിയിട്ടുണ്ട്. ഒപ്പം എന്നെക്കൊണ്ട് കേരളത്തെ മൊത്തം കബളിപ്പിച്ചു അല്ലേ എന്ന് മെസ്സി ചോദിക്കുന്ന ഒരു കാർട്ടൂൺ കൂടി വെച്ചിട്ടുണ്ട്. പിന്നെ ഏതാണ് ഈ ഏജൻസി? US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസി വഴി പണം കൈമാറ്റം നടത്താനാണ് സ്പോൺസർ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി തേടിയത്. ഈ ഏജൻസി US-ൽ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്നവരാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിദേശത്തേക്ക് പണം അയക്കാൻ സംസ്ഥാന സർക്കാർ മുഖേന കേന്ദ്രാനുമതി നേടിയെടുത്ത സ്പോൺസർ പിന്നീട് പണം കൈമാറിയതിൻ്റെ രേഖകളൊന്നും സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല. അർജൻറ്റീന ടീമിൻ്റെ സന്ദർശനം നീണ്ടതോടെ കരാർ ലംഘനത്തിന് സ്പോൺസർക്ക് LDF സർക്കാർ 2 തവണ നോട്ടീസ് അയച്ചിരുന്നു. അതേസമയം അർജൻറ്റീന ടീമിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിക്കാതെയാണ് കൊച്ചിയിൽ പ്രദർശന മത്സരം നടക്കുന്നതായി കേരളം കേന്ദ്രത്തിന് കത്തെഴുതിയതും പണം കൈമാറാൻ അനുമതി നേടിയെടുത്തതും. 126 കോടി പണം കൈമാറ്റത്തിൽ 22.68 കോടി സേവന നികുതി അടക്കണമെന്നാവശ്യപ്പെട്ട് GST വകുപ്പ് സ്പോൺസർക്ക് അടുത്തിടെ സമൻസ് അയച്ചിരുന്നു. വീണ്ടും അവർ ഇമെയിൽ മാത്രം സാക്ഷി എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. AFA പ്രതിനിധിയുമായി അന്നത്തെ കായിക മന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇമെയിലുകൾ മാത്രമാണ് സർക്കാർ രേഖകളിലുള്ളത്. 2 വർഷത്തിന് ശേഷം ഇവ ഫയലിൽ ചേർക്കാൻ കായിക വകുപ്പിന് കൈമാറുകയായിരുന്നു. ആ കത്തയച്ചതും സ്പോൺസർ തന്നെ. അർജൻറ്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന് മുഴുവൻ സാമ്പത്തിക സഹായം നൽകാമെന്നും അറിയിച്ച് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന സ്ഥാപനമാണ് 2023 ജൂലൈയിൽ സർക്കാരിന് ആദ്യ കത്തയച്ചത്. അതിന് 20 ദിവസം മുമ്പ് മാത്രമാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തതെന്നും 1 ലക്ഷം രൂപ മാത്രമായിരുന്നു അന്ന് മൂലധനമെന്നും സെക്രട്ടറിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. പിന്നീട് സ്പോൺസറായി എത്തിയ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസമാണ് ആദ്യത്തെ സ്ഥാപനത്തിനെന്നും റിപ്പോർട്ടിലുണ്ട്. ടെൻഡറില്ലാതെ ഏകപക്ഷീയമായി സ്പോൺസറെ കണ്ടെത്തിയതിലെ വീഴ്ചയും പരാമർശിക്കുന്നുണ്ട്. ഇനി സ്പെയിനിൽ പോയതിലും വിവാദം. അർജൻറ്റീന ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കാനെന്ന പേരിൽ മുൻ കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ 2024 സെപ്റ്റംബറിൽ അന്നത്തെ കായിക വകുപ്പ് സെക്രട്ടറി പ്രണബ് ജ്യോതിനാഥ്, ഡയറക്ടർ P. വിഷ്ണുരാജ് എന്നിവർക്കൊപ്പം ഒരാഴ്ചയോളം സ്പെയിനിൽ പര്യടനം നടത്തി.
എന്നാൽ AFA ക്ഷണിച്ചതിൻ്റെ രേഖകളൊന്നും സർക്കാരിൻ്റെ കൈവശമില്ല. ആരുമായാണ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയതെന്നും വ്യക്തമായിട്ടില്ല. ഇതാണിപ്പോൾ മനോരമയുടെ റിപ്പോർട്ടിലുള്ളത്. മറ്റെല്ലാ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതേ രൂപത്തിലോ അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങളൊക്കെ തന്നെയായിട്ട് വേറെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അന്ന് നടന്നത് ഒരു കബളിപ്പിക്കലായിരുന്നു എന്നാണിപ്പം ഇവർ ഈ റിപ്പോർട്ടിലൂടെ വരുന്നത്. ഇത് N. പ്രശാന്ത് നമ്മുടെ കായിക മന്ത്രിക്ക്, ഇപ്പോഴത്തെ കായിക മന്ത്രിക്ക് കൈമാറിയ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് എന്ന തരത്തിലാണിപ്പം മനോരമയ്ക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യം പറയുന്നുണ്ട്. അതായത് ഇത് മുഖ്യമന്ത്രിക്ക് കൈമാറ്റം ചെയ്തു എന്നുകൂടി പറയുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ വായിച്ച സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി പറയാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് മെസ്സിയെയും അർജന്റീന ഫുട്ബോൾ ടീമിനെയും കേരളത്തിലെത്തിക്കാമെന്ന് പറഞ്ഞ് നടത്തിയത് കോടികളുടെ തട്ടിപ്പും ചട്ടലംഘനവുമെന്ന് കായിക വകുപ്പിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. അതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇത് ഇപ്പോൾ കായിക മന്ത്രിക്ക് കൈമാറി, അതിനുശേഷം അത് മുഖ്യമന്ത്രിക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ബാക്കി എന്ത് നടപടി എന്നുള്ളത് കേരളം ഉറ്റു നോക്കുകയാണ്. എന്തായാലും മെസ്സിയുടെ പേരിലൊരു തട്ടിപ്പ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഫുട്ബോൾ പ്രേമികൾക്ക് സഹിക്കാവുന്ന ഒന്നല്ല എന്നതാണ് യാഥാർത്ഥ്യം. മെസ്സിയെ വെച്ച് കേരളത്തെ പറ്റിക്കുക വല്ലാത്ത ആദി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.